ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ ഡയമണ്ട് കണ്ടുപിടിക്കണം. നമുക്ക് കുറേ ഡയമണ്ടിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് കുറേ ഡയമണ്ട് ആർമറും ഉണ്ടാക്കണം, ടൂൾസും ഉണ്ടാക്കണം, സോഡും പിക്കാക്സും ഒക്കെ. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൻചാൻറ്റബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം നമ്മൾ ഒരു പിക്കാക്സ് വെച്ച് നമ്മൾ ഡയമണ്ടിൻ്റെ പിക്കാക്സ് വെച്ചിട്ട് ഞാനൊന്ന് എൻചാൻറ്റ് ചെയ്ത് നോക്കി. പക്ഷേ നല്ല ഇതൊന്നും കിട്ടിയില്ല. ഞാൻ അത് വെച്ച് എടുത്ത ശേഷം ഒന്നും കൂടെ ഞാൻ വെച്ച് നോക്കിയപ്പോഴാണ് എനിക്കൊരു എൻചാൻറ്റ് കിട്ടിയത്. കാണിച്ചു തരാം ഗൈസ്, നിങ്ങൾ നോക്കൂ. ഫോർച്യൂൺ 3, അൺബ്രേക്കിംഗ് 3, എഫിഷ്യൻസി 4. ഗൈസ്, എനിക്ക് എഫിഷ്യൻസി 4 മാത്രമേ ഉള്ളൂ ചെറിയൊരു സാഡാക്കി തന്നെ, പക്ഷെ ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫോർച്യൂൺ 3 പിക്കാക്സ്. യെസ് ഗൈസ്, അപ്പം നമ്മൾ ഡയമണ്ട് മൈൻ ചെയ്യുന്നത് ഇതുകൊണ്ടായിരിക്കും. ബാക്കി ബ്ലോക്സ് എല്ലാം പൊട്ടിക്കുന്ന നമുക്ക് അയണ്ട പിക്കാക്സ് കൊണ്ട്. അപ്പം ഞാനത് ഫോർച്യൂൺ 3 മാത്രമേ എൻ്റെ എൻജാനി കാണിച്ചുള്ളൂ 30 ലെവലിനകത്ത്. ഞാൻ അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ അൺബ്രേക്കിംഗ് 3, എഫിഷ്യൻസി 4 കിട്ടിയത്. എന്നാലും സാരമില്ല, ഞാൻ സിൽക്ക് ടച്ചിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് എഫിഷ്യൻസി ഇടാം, അത് നടക്കത്തുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് മൈനിങ്ങിന് മാത്രമല്ല നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യേണ്ടത്, നമുക്ക് വേറെ സംഭവം കൂടെ ഉണ്ട്. നമുക്കൊരു ട്രേഡിംഗ് ഹാളും കൂടെ സെറ്റ് ചെയ്യണം. വേണം. അപ്പോൾ വില്ലേജസിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു 20 വില്ലേജസിനെ വെച്ച് നമുക്ക് ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യണം. 18 ലെക്ടേൺ കൊടുത്തിട്ട് പിന്നെ ബാക്കി രണ്ടെണ്ണം നമുക്ക് എമറാൾഡ് വരുന്ന 2 ഏതെങ്കിലും വില്ലേജസിനെ ആക്കണം. ഓക്കെ, നമുക്ക് ആ ഒരു സെറ്റപ്പും കൂടെ ഇവിടെ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് ഡയമണ്ട് മൈനിങ്ങിന് ആദ്യം തന്നെ പോവാം. ഓക്കെ, ഫോർച്യൂൺ 3 പിക്കാക്സ് എടുക്കുക. നമുക്കിനി പോവാം. ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു XP ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം നമ്മളിവിടെ ഒരു കില്ലിങ് സ്പോട്ട് സോഡ് കൊണ്ട് ഇങ്ങനെ കില്ല് ചെയ്യുന്നതാണ് ഗൈസ്. അത് ഒരു നടക്കിന് പോകത്തില്ല ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ സ്പോൺ ആവുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് തന്നെ നല്ല രീതിയിൽ സ്പോൺ ആവുന്നുണ്ട്. പിന്നെ ഞാൻ ഇതുവഴി ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മേളിലാണ് സ്പോണർ ഇരിക്കുന്നത്, സോംബിയുടെ. അപ്പം ഞാൻ എൻ്റെ തൊട്ട് മേളിലായിട്ട്, അതിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മേളിൽ നന്നായിട്ട് സ്പോൺ ആവും. അപ്പം സ്പോണായി കഴിഞ്ഞാൽ എനിക്ക് ഈ സോഡ് കൊണ്ട് കില്ല് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇമാര് ചാവൊന്നുമില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു കില്ലിങ് ചേമ്പർ ഉണ്ടാക്കിയത്. ഇതിനകത്ത് ട്രൈഡൻ്റ് എറിഞ്ഞിട്ടാണ് സംഭവം വർക്കാവുന്നത്. ട്രൈഡൻ്റ് ഇങ്ങനെ എറിയും, അപ്പം ഇമാർ കില്ലാവും. നമുക്കിനി മൈനിങ്ങിലോട്ട് പോവാം. മൈനിങ്ങിലുണ്ട്, അതുണ്ട്. കൂടുതൽ ഡയമണ്ട് ഉണ്ടോ നോക്കാം. ഡയമണ്ട് എടുക്കാം. എത്ര എണ്ണം കിട്ടി ഗൈസ്? 2 എണ്ണം കിട്ടിയുള്ളൂ. ഫോർച്യൂൺ 3യുടെ പിക്കാക്സ് കൊണ്ട് പൊട്ടിച്ചപ്പോൾ ഗൈസ്, വേണ്ട മേളിൽ ഡയമണ്ട് ഇരിക്കുന്നുണ്ട്, നമുക്കെടുക്കാം. ഞാൻ ഫോർച്യൂണിൻ്റെ പിക്കാക്സ് കൊണ്ട് തന്നെയാണല്ലോ പൊടിക്കുന്നത് അല്ലേ? എത്ര എണ്ണം കിട്ടി? 8 എണ്ണം കിട്ടി ഗൈസ്. എൻ്റെ വേറെ ഡയമണ്ട് ഇവിടെ ഡയമണ്ട് കാണുന്ന പോലും ഇല്ല. ഇപ്പം നമ്മുടെ കയ്യിൽ 12 ഡയമണ്ട് ഉണ്ട് ഗൈസ്. നമുക്ക് കിട്ടിയ 12 ഡയമണ്ട് എടുത്ത് നമുക്ക് ചെസ്റ്റിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ വരാം ഗൈസ്. നമുക്കിനി സ്ട്രേറ്റ് മൈൻ ചെയ്യാം. അതിന് ലെവൽ 53 പോകണം, -53. നമുക്ക് അവിടെ നിന്ന് സ്ട്രേറ്റ് മൈൻ ചെയ്യാം. അപ്പോൾ അതിൽ ഡയമണ്ടും കിട്ടുമായിരിക്കും, നമുക്ക് നോക്കാം ഗൈസ്. ലെവൽ 53 എത്തിയിട്ടുണ്ട്. നമുക്കിനി സ്ട്രേറ്റ് മൈൻ ചെയ്ത് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കിട്ടുമായിരിക്കും. ഗൈസ്, ഡയമണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിന്ന് കുഴിക്കുന്നതിന് നമുക്ക് ചുറ്റിനൊന്ന് കുഴിച്ചാക്കാം. എൻ്റെ പിക്കാക്സ് കൊണ്ടാണ് എടുത്ത് നോക്കുന്നത്. എത്ര എണ്ണം കിട്ടി? 4 എണ്ണം. പൊളി. അതെണ്ണം കൊണ്ട് കിട്ടിയത് 9 എണ്ണം കിട്ടി ഗൈസ്. നമുക്ക് 4 എണ്ണം പൊടിച്ചപ്പം ഈ ഒന്ന് കുഴിച്ച് നോക്കാം ബാക്കി. ഗൈസ്, അങ്ങനെ കുറേ നേരം മൈനിങ് ചെയ്ത ശേഷം 57 ഡയമണ്ട് അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 57 ഡയമണ്ട് ഗൈസ്. പറഞ്ഞാൽ 57 ഡയമണ്ടൊന്നും അല്ല കിട്ടേണ്ടത്, വെറും 30 സംതിങ് ഡയമണ്ടാണ് കിട്ടുന്നത്. എല്ലാത്തിനും കാരണം ഈ ഫോർച്യൂൺ പിക്കാക്സ് ആണ് ഗൈസ്. അതെ ഗൈസ്, ഈ ഫോർച്യൂൺ പിക്കാക്സ് കാരണമാണ്
ഫോർച്യൂൺ 3യുടെ പിക്കാക്സ് കാരണമാണ് നമുക്ക് 57 ഡയമണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. യെസ്, അങ്ങനെ നമുക്കൊരു ആർമറും കാര്യങ്ങളും ഇപ്പം നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഗൈസ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഇടത്തില്ല, കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫുൾ എൻജാൻറ്റ് ചെയ്ത ശേഷം ഞാൻ ഇടത്തുള്ളൂ. ഓക്കെ, എൻജാൻറ്റ് ചെയ്യാതെ എനിക്ക് ഇടുന്നത് ഇഷ്ടമല്ല ഗൈസ്. അപ്പം 57 ഡയമണ്ട് നമുക്ക് ആർമർ ഉണ്ടാക്കാം. ഹെൽമെറ്റ്, പിന്നെ ചെസ്റ്റ് പ്ലേറ്റ്, പാൻറ്, ബൂട്ട്, യെസ്, സോഡ്, ആക്സ്, സിൽക്ക് ടച്ചിൻ്റെ ഒരു പിക്കാക്സ് ആണ്. ഫോർച്യൂണിൻ്റെ പിക്കാക്സ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കൊരു സിൽക്ക് ടച്ചിൻ്റെ ഒരു പിക്കാക്സ് വേണം. ഒരു ഷവൽ ഇരിക്കട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് ഇനിയും ഇതെടുത്ത് ഈ ചെസ്റ്റിനകത്തോട്ട് വെക്കാം. ഒരു ചെസ്റ്റ് വെക്കുവാണെങ്കിൽ എടുക്കാൻ പെട്ടെന്നായിരിക്കും, അതുകൊണ്ട് ഇതിനകത്തിരിക്കട്ടെ. ഗൈസ് ഇതിനകത്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയും ഗൈസ് നമുക്കിനി ബാക്കി ഡയമണ്ട് എടുത്ത് നമുക്ക് ചെസ്റ്റിനകത്ത് എടുത്ത് വെക്കാം. 24 ഡയമണ്ട് ബാക്കിയുള്ളത്. ഓക്കെ, നമുക്ക് ഇനി അങ്ങനെ ആർമറും ഡയമണ്ട് ആർമറും ടൂൾസും എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇതെല്ലാം എൻജാൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എൻജാൻറ്റ് ടേബിൾ മാത്രം ഒക്കത്തില്ല, അതിന് നമുക്ക് ട്രേഡിംഗ് ഹാളും കൂടെ സെറ്റ് ചെയ്യണം. നമുക്ക് ട്രേഡിംഗ് ഹാളിന് ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചതെന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ ആ താഴോട്ട് ഇറങ്ങുന്ന ആ ഒരു ഏരിയയിലാണ് ഞാനൊരു ട്രേഡിംഗ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലിയർ ആക്കിയെടുക്കാം. ഓക്കെ, 4 ഹോളായിട്ട് ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഒരു 3 ബ്ലോക്കിനി അങ്ങോട്ട് പോകണം. ഡോർ ചിരിക്കട്ടെ. ഇവിടെ നമുക്ക് ഡോറ് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഡോർ ആക്കാം. ഇവിടെ 2 ബട്ടൺ. നമുക്കിനി ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇതൊന്നും നമുക്ക് കൂട്ടിയിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു 20 ബ്ലോക്ക് അങ്ങോട്ടേക്ക് മൊത്തം ഒരു വലിയൊരു ഹാളാക്കി നമുക്ക് ഒഴിച്ചെടുക്കണം. ഇവിടെ നമുക്ക് 20 വില്ലേജസിനെയാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം ഗൈസ്. നിങ്ങളത് കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, അപ്പോൾ ഞാൻ ക്ലിയർ ആക്കിയിട്ട് തരാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരം എടുത്ത് മൊത്തം ഒന്ന് ഹാള് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. മൊത്തം കുഴിച്ച് പിന്നെ ഇവിടെ വേറെ ഡേർട്ടും മറ്റേ ഈ സാൻഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളൊക്കെ മാറ്റി കോബിൾ സ്റ്റോണും ഗ്രാനൈറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കൊരു ഓരോ സെക്ഷനായിട്ട് തിരിക്കണം, ഇങ്ങനെ വില്ലേജസ് നിൽക്കാൻ വേണ്ടിയുള്ള. അപ്പം നമുക്കത് ചെയ്യാം. ഓക്കെ, ഗൈസ് അങ്ങനെ ഇവിടെ മൊത്തം ഞാൻ ഇങ്ങനെ ഹോള് പോലെ ഇങ്ങനെ വില്ലേജസിനെ നിർത്താൻ വേണ്ടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 20 ബെഡ് വെക്കണം. ഇവിടെ 10, ഇവിടെയും 10, അങ്ങനെ 20 ബെഡ് നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് വരാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഇവിടെ ഒരു ചെസ്റ്റ് ഇരിക്കട്ടെ ഗൈസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെക്കാനുള്ള ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാൻ. ഓക്കെ, അതിനുവേണ്ടിയാണ് ചെസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. നമുക്കിനി 20 ബെഡ് ഒന്ന് സെറ്റ് ആക്കി വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ 20 ബെഡും കിട്ടി, 20 ട്രാപ്പ് ഡോറും പിന്നെ 2 ബക്കറ്റ് വാട്ടറും. എന്തിനാണ് 20 ട്രാപ്പ് ഡോർ എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. ഇനി ഗൈസ് നമുക്കിനി ഇവിടെ ബെഡ് വെക്കണം. 20 ബെഡ് നമുക്ക് വെക്കാം. ഓക്കെ, അങ്ങനെ എല്ലായിടത്തും ബെഡും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇങ്ങോട്ട് ഇനി 2 വില്ലേജസിനെ കൊണ്ടുവരണം. അതിന് ഞാൻ ഉണ്ടാക്കുന്ന പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഹോള് പോലെ കുഴിച്ചിട്ട് ഇവിടുന്ന് മേളിൽ നിന്ന് വില്ലേജസിനെ താഴോട്ട് ഇറക്കാനാണ്. ഇവിടെ ഒരു 4 ബ്ലോക്ക് കുഴിച്ച് ഇവിടെ വെള്ളം ഒഴിക്കാനാണ്. ഈ ഒരു ഏരിയയിലുള്ള ഞാൻ ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് വില്ലേജസിനെ കൊണ്ടെത്തിക്കാം. അപ്പോൾ ഇനി ഇവിടുന്ന് എന്തൊക്കെ ഞാൻ എടുക്കട്ടെ. അതിന് നമുക്ക് താഴോട്ട് വില്ലേജസിനെ ഇതിൻ്റെ അകത്തോട്ട് എത്തിക്കാം. ബോട്ടിലോട്ട് താഴോട്ടിടാം. ഓക്കെ, ഇനി ഈ ഏരിയ ഞാൻ ഒന്ന് കുഴിച്ചെടുക്കാം. സി ഏരിയയിലാണ്. ഇവിടുന്ന് അടിയിലോട്ട് 4 ബ്ലോക്ക് കുഴിക്കാം. ഗൈസ് അങ്ങനെ ഹോള് പോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് വില്ലേജിനെ താഴോട്ട് ഇറക്കിയാൽ മതി. ഞാൻ എതർ വഴിയാണ് ഗൈസ് വില്ലേജറിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ വില്ലേജിൽ ആകെ 2 വില്ലേജസേ ഉള്ളൂ. ബാക്കി വില്ലേജസൊക്കെ എവിടെ പോയെന്ന് പോലും അറിഞ്ഞൂടെ. ഞാൻ അവരെ അതിനകത്ത് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്, ആ 2 വില്ലേജസിനകത്ത്. അപ്പോൾ ആ 2 വില്ലേജിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ,
ഞാൻ നെതർ വഴിയാണ് ഗൈസ് വില്ലേജസിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എളുപ്പമാകും, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതിന് മുമ്പ് ഇവിടെ നിന്ന് അടയ്ക്കട്ടെ ഗൈസ്. വില്ലേജസ് വരുമ്പോൾ ചിലപ്പോൾ എങ്ങോട്ടേലൊക്കെ ഓടിപ്പോവും. ഞാൻ അവിടെ വെച്ച് ബോട്ട് പൊട്ടിക്കുമ്പോൾ വില്ലേജിലോട്ട് പോവാം. നൈറ്റായി, പെട്ടെന്ന് ഇറങ്ങാം. അതിൻ്റെ ബെഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു വില്ലേജർ ഇതിൻ്റെ അകത്തുണ്ട്, അതിൻ്റെ അകത്തുണ്ട് ഒരുത്തൻ മറ്റേതിനകത്തുണ്ട്. നമുക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അയ്യോ, ഞാൻ ലിഡ് എടുത്തില്ല. എന്തെങ്കിലും ഇങ്ങനെ മറക്കണം. ഞാൻ അവനെ ലിഡ് എടുത്തോണ്ട് വരാം. ലിഡ് എടുത്ത് ഗൈസ് ഇനി നമുക്ക് വില്ലേജസിനെ പോക്കാം. ഒരുത്തൻ അതിൻ്റെ അകത്താണ് ഞാൻ കൂട്ടിയെടുക്കുന്നത്. ബാമോനെ പിന്നെ അടി കൊടുത്താൽ ഞാൻ പുറത്തിറങ്ങും. അയ്യോ, ഞാൻ ബോട്ടിൽ കയറ. ഇങ്ങോട്ട് കയറി ഞാൻ അവനെ വലിച്ചോണ്ട് പോവാം. ഇതങ്ങ് പൊട്ടിക്കാം. ഇതിൻ്റെ അകത്താണ് വേറെ വില്ലേജറുള്ളത്. കയറിക്കോ. അയ്യോ, തോണ്ട പോകും. കയറി താട്ടിറങ്ങിയോ, പതുക്കെ ഇറങ്ങിയോ, പതുക്കെ. കയറി പോ. കയറിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ സേഫ് ആണല്ലോ, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒരു ബോട്ട് വെച്ചങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനിമാരെ ഇറക്കുന്നതിന് മുമ്പ് പരിസരം നോക്കണം. നൈറ്റാണോ? നൈറ്റ്. പെട്ടെന്ന് അയ്യോ, ഗൈസ് പെട്ടെന്ന് പോട്ട്. ഇപ്പൊ അവന്മാരെ കൊന്നേനെ. ഇല്ല ഗൈസ്, നമുക്കിന്നെ പൊട്ടിക്കാം. ഇവിടെ നിന്നോ, വെള്ളം ഉണ്ടല്ലോ. ഓക്കെ, സെറ്റാണ്. ഞാൻ ഈ ലീഷ് ഒന്ന് മാറ്റട്ടെ. നിങ്ങളുടെ വീട് ഇനി താഴെയാണ്. ഓക്കെ, താഴെ എത്തിയിട്ടുണ്ട്. ഇതങ്ങ് അടയ്ക്കാം ഗൈസ്. അങ്ങനെ സേഫ് ലാൻഡ് ആയിരുന്നു. ഇനി ബോട്ടിൽ നിന്ന് പൊട്ടിച്ചിറക്കുക എന്നാണ് ഭയങ്കര പാട്. ഇനി ഇവർക്ക് ക്യാരറ്റ് എറിഞ്ഞു കൊടുത്ത് ബ്രീഡാക്കാം. അവരെന്തേ ഒരു 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഞാനും ഇറങ്ങട്ടെ. ക്യാരറ്റും കാര്യങ്ങളൊക്കെ എറിഞ്ഞു കൊടുക്കാം. ഗൈസ് ബ്രീഡാകുന്നുണ്ട്. ഗൈസ് അവർ ബ്രീഡാകുന്നുണ്ട്. നമുക്കിനി ഒരു 20 വില്ലേജസ് ആയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ 20 വില്ലേജസിനകത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ ഉറങ്ങാൻ ചെല്ലുമ്പം ഇവരെ ഇന്നത്തെ ട്രാപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടിയാണ് ട്രാപ്പ് ഡോറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് ഇവരെ ട്രാപ്പ് ചെയ്യണം. ഇവർ ഉറങ്ങാൻ ചെല്ലുമ്പോൾ ഇതിനകത്ത് 20 വില്ലേജസ് ഉണ്ട്. ഇതിനകത്തിപ്പം ഇടയ്ക്കൊന്ന് ഗ്രീൻ കോട്ടും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം ഞാൻ അവരൊക്കെ തല്ലിക്കൊന്നു. നമുക്കിനി രാത്രിയാകുമ്പോൾ ഒന്ന് കാണാം ഗൈസ്. രാത്രിയാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവർ ഉറങ്ങാൻ ചെല്ലുമ്പോൾ നമുക്ക് ഇവരെ ട്രാപ്പ് ചെയ്യണം. ഓക്കെ ഗൈസ്, നൈറ്റ് ആയിട്ടുണ്ട്. അമ്മരിപ്പം അവിടെ കിടക്കാൻ പോയിട്ടുണ്ട്. എല്ലാവരും അവരുടെ വീട്ടിൽ കടന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇവരെ അതിനകത്ത് ട്രാപ്പ് ആക്കണം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. എല്ലായിടത്തും ഇവിടെ ഇങ്ങനെ ആയിട്ട് ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. എല്ലായിടത്തും അങ്ങനെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ ബ്ലോക്കിൻ്റെ ഇവിടെ ആയിട്ട് ട്രാപ്പ് ഡോർ വെക്കണം. അപ്പം ഈ ട്രാപ്പ് ഡോർ വെക്കുന്നതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വില്ലേജസിന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ ഇങ്ങനെ ബ്ലോക്ക് നിൽക്കും. പക്ഷെ നമുക്ക് വേണം അകത്തോട്ട് കയറാം. അതാണ് കാരണം. ഈ വില്ലേജസ് 3 ബ്ലോക്ക് ഹൈറ്റാണ്. എല്ലായിടത്തും അങ്ങനെ ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇമാർക്ക് ഇനി വെള്ളോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഇന്നൊന്ന് കടന്നിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇമാർ
വേൾഡ് ഇറങ്ങുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇവന്മാർ ഇവിടെ ട്രാപ്പായി നിൽക്കുകയാണ്. അങ്ങനെ 20 വില്ലേഴ്സ് ഇവിടെ ട്രാപ്പായിട്ട് ഇവിടെ നിപ്പുണ്ട്. നമുക്കിനി ഇവിടെ ഈ ടോർച്ച് ഇരിക്കുന്ന ബ്ലോക്കില്ലേ, ഈ ട്രാപ്പ് ഡോറിൻ്റെ ഇപ്പുറത്തുള്ള ഈ ബ്ലോക്കിൽ നമ്മൾ ബ്ലോക്ക് മാറ്റി കൊടുക്കണം. ഈ ബ്ലോക്കിന് തന്നെ കൊബിൾ സ്റ്റോൺ വരെ വേറെ ബ്ലോക്ക് വെക്കണം. ഇവിടെ നമുക്ക് എല്ലാ ബ്ലോക്കും അങ്ങ് പൊട്ടിക്കാം. ഗൈസ്, ബ്ലോക്ക് എല്ലായിടത്തും മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇവരുടെ ബെഡ് പൊട്ടിക്കണം. ഇവർ കിടക്കുന്ന ബെഡ് പൊട്ടിച്ചിട്ട് അവിടെ ആയിട്ട് ബ്ലോക്ക് വെക്കണം. നമുക്കിനി അതും കൂടെ ചെയ്യാം. ഗൈസ്, 20 പേരുടെയും ബെഡ് അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവരുടെ ബാക്കിലായിട്ട് ബ്ലോക്ക് വെക്കേണ്ടി വരും. എന്നിട്ട് ഒരു ബ്ലോക്ക് മാത്രം സ്കിപ്പ് ചെയ്യേണ്ടി വരും. അവിടെയാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ പറയാം. എല്ലായിടത്തും ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇമാരിങ്ങനെ നിർത്തിയിട്ടുണ്ട്, ട്രാപ്പാക്കി. ഗൈസ്, എന്തിനാ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇവിടെ ഒരു വർക്കിംഗ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വില്ലേജർ ഇപ്പോൾ എടുക്കും. ഇപ്പോൾ എടുത്തിട്ട് ഞാൻ അതേ വർക്കിംഗ് സ്റ്റേഷൻ പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വേറെ വില്ലേജറായിരിക്കും എടുക്കുന്നത്. ആദ്യം എടുത്ത് അതേ വില്ലേജർ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വർക്കിംഗ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ലേജർ എടുത്തു കഴിഞ്ഞാൽ ആ സാധനം പൊട്ടിച്ച് കഴിഞ്ഞാൽ അതേ വില്ലേജർ തന്നെ എടുക്കും, വേറെ വില്ലേജർ ഒന്നും എടുക്കത്തില്ല. അങ്ങനെ അത് ലോക്കിംഗ് ആണ്. ഈ വാട്ടർ ഒഴിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കാണ്. ഞാൻ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ വെള്ളം എടുത്ത് മാറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇവർക്ക് വർക്കിംഗ് സ്റ്റേഷന് കാരണമൊക്കെ കൊടുക്കണം. അതിനായിട്ട് ഒരു കോമ്പോസ്റ്ററും ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് 18 ലെക്ടേണുമാണ് ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു കോമ്പോസ്റ്ററും ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് എന്തിനാ വെച്ചാൽ എമറാൾഡിന് വേണ്ടിയാണ്. 18 ബുക്കും എനിക്ക് മതി. 18 ബുക്കിൻ്റെ എൻചാൻറ്റ് ഞാൻ ചെയ്യുന്നുള്ളൂ. 18 ലെക്ടേണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. നമുക്ക് ഇനി ആ പണിലോട്ട് പോകാം. നമുക്ക് ഇനി അതുണ്ടാക്കാം. ഓക്കെ, അതിന് മുമ്പ് ഇവിടെ വേറെ പണികളെ ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഏരിയയിൽ നിന്ന് പൊട്ടിച്ച് കളയേണ്ടി വരും. ഇനി ഇവിടെ ആയിട്ട് 2 ബെഡ് വെക്കാം. യെസ്, എന്തിനെങ്ങനെ ബെഡ് വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇവിടെ ഓർഗനൈസേഷൻ വെച്ചാൽ ഈ വില്ലേജസ് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ബെഡോ 2 ബെഡെങ്കിലും വെച്ചാൽ ഇമാരെ എടുക്കത്തും. ഓക്കെ, അതിനുവേണ്ടിയാണ് ഇങ്ങനെ ബെഡ് വെക്കുന്നത്. ഒരു കോമ്പോസ്റ്റർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു സ്റ്റാക്കും 2 എണ്ണം ഉണ്ട് ഗൈസ്. സ്റ്റിക്ക്, മറ്റേ ബ്ലേസിൻ്റെ സ്റ്റിക്ക്. 18 ലെക്ടേണും കാര്യങ്ങളൊക്കെ വേണം. അതിന് കുറേ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് ഇനി അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അതിന് കുറേ ടൈം എടുക്കും. നമുക്ക് അത് ഉണ്ടാക്കിയിട്ട് ഇനി കാണാം. 18 ലെക്ടേൺ ഗൈസ്, അങ്ങനെ 18 ലെക്ടേണും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഗൈസ്. ഈ 18 ലെക്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടൈം എടുത്തു, കുറേ ടൈം എടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കാത്തത്. ഭയങ്കര ബോറടിപ്പിക്കും. ഓക്കെ, അത് നല്ല ടൈം എടുത്തു ഈ ലെക്ടർ ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കിത് പ്ലേസ് ചെയ്യാം. ഇനിയും ഇത് ആരൊക്കെ എടുക്കും നമുക്ക് നോക്കാം. അടുത്ത ഇവൻ എടുത്ത് നമുക്ക് ഇതിനെ പൊട്ടിച്ചിട്ട് അവൻ്റെ അവിടെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കാം. ഇവനല്ലേ, യെസ്, ഇടാം. ഇവനെടുത്ത്. ഓക്കെ, ഇവിടെ അങ്ങോട്ട് റോയിങ് സ്റ്റാൻഡ് വെച്ച്. ഓക്കെ, ഈ 18 ലെക്ടേൺ ഗൈസ് വെക്കാം. ഗൈസ്, ഇനി 18 ലെക്ടേൺ വെച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ എല്ലായിടത്തും നമ്മൾ ലെക്ടേണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇമാര് പല ട്രേഡാണ് തരുന്നത്. നമുക്കിനി ഇതെല്ലാം ശരിയാക്കി കറക്റ്റ് വേണ്ട ട്രേഡൊക്കെ കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്യണം ഗൈസ്. അപ്പം ഞാൻ ഇതിനകത്ത് നോക്കിയപ്പം നമുക്ക് കിട്ടിയത് നോക്കുവാണെങ്കിൽ വെച്ചപ്പം 22 എമറാൾഡിന് അൺബ്രേക്കിംഗ് 3 കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ റെസ്പിറേഷനാണെന്ന് തോന്നുന്നു 34 എമറാൾഡിന് റെസ്പിറേഷൻ 3 കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ 2 വേണ്ട എൻചാനിങ് കിട്ടി. പിന്നെ ഇതുപോലെ ഇവിടെ ഉണ്ട് ഒരെണ്ണം ഫ്ലെയിം ആണെന്ന് തോന്നുന്നു. ഇവിടെ 9 എമറാൾഡിന് ഫ്ലെയിം 1 തരുന്നുണ്ട്. 3 എൻചാനിങ് എനിക്ക് വേണ്ടതുണ്ട്. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്നുകൂടെ വെച്ച് നോക്കും. ചിലപ്പോൾ റേറ്റ് കുറയ്ക്കുമായിരിക്കും. ഓക്കെ, നമുക്ക് ഇനി അല്ലെങ്കിൽ നമ്മൾ ഇവരെ ക്യൂർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നുകൂടെ നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് വീണ്ടും വെച്ച് കൊടുക്കണം. അങ്ങനെ കുറേ വട്ടം വെച്ച് കൊടുക്കുമ്പോൾ ഇവർ കറക്റ്റ് ട്രേഡ് നമുക്ക് തരും. നമുക്ക് വേണ്ട ബുക്ക് ഇവർ നമുക്ക് തരും. അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരത്തിന് ശേഷം എനിക്ക് വേണ്ട എല്ലാ ട്രേഡും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ട്രേഡും അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നോക്കൂ, ഹാപ്പിനെസ് 5, ത്രോൺസ് 3, എമറാൾഡ്. ഇത് എമറാൾഡിൻ്റെയാണ് എനിക്ക് വേണ്ടത്. പിന്നെ ഇവിടെ സിൽക്ക് ടച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വേണ്ട എല്ലാ ബുക്കും എനിക്ക് ഇവിടുന്ന് എൻചാൻറ്റിങ്ങിന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മെൻഡിങ് ഉണ്ട്.
അൺബ്രേക്കിംഗ് 3 ഇവിടെ. അങ്ങനെ വേണ്ട എല്ലാ ബുക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ട്രേഡിംഗ് ഹാളിൻ്റെ പണി ഏകദേശം തീർന്നു. പിന്നെ ബ്രേക്കിംഗ് 3 17 എമറാൾഡിനാണ് തരുന്നത്. അപ്പോൾ ഇമാരൊക്കെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഈ എമറാൾഡ് കൊടുത്ത് ഭയങ്കര വാങ്ങുന്ന റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത് കുറയ്ക്കണം. ഇത് കുറയ്ക്കണമെങ്കിൽ ക്യൂർ ചെയ്യണം ഇവന്മാരെ. ഈ ക്യൂർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂംബിയെ ഇതിൻ്റെ അകത്ത് കയറ്റിച്ചിട്ട് ഇവന്മാരെ കൊണ്ട് ഹിറ്റ് ചെയ്ത് ഇവന്മാർ സൂംബി വില്ലാതാവും. എന്നിട്ട് ഇവന്മാരുടെ ദേഹത്തേക്ക് വീക്ക്നെസ് പോർഷനും ഗോൾഡൻ ആപ്പിളും കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ ക്യൂറാവും. ക്യൂറായി കഴിയുമ്പോൾ ഇവന്മാരുടെ റേറ്റ് കുറയ്ക്കും. അങ്ങനെയാണ് ഇവന്മാർ കുറഞ്ഞ് കുറേ കഴിയുമ്പോൾ 1-2 എമറാൾഡിനൊക്കെ തരും. ഓക്കെ, അതൊരു സൈസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഗ്ലിച്ചാന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവസാനം എത്തുമ്പോൾ 1-2 എമറാൾഡിനൊക്കെ ഇവന്മാർ ബുക്കൊക്കെ തരും. ഇപ്പോൾ ഇവിടെ അൺബ്രേക്കിംഗ് 3 ഒക്കെ 17 തരുന്നത്. മിക്കതും ഭയങ്കര കൂടുതലാണ്. അൺബ്രേക്കിംഗ് 3 17, ചിലപ്പോൾ കുറച്ച് 2-3 എമറാൾഡിനൊക്കെ തരും. ഇവിടെ ലൂട്ടിങ്ങും 37 എമറാൾഡിന് വരുന്നുണ്ട്. ലൂട്ടിങ് 3 അതൊക്കെ കുറയ്ക്കണം നമുക്ക്. ഓക്കെ, അതും കൂടെ ചെയ്യണം. അത് ഞാൻ അടുത്ത എപ്പിസോഡോ അതിൻ്റെ ഏതെങ്കിലും എപ്പിസോഡ് ഞാൻ ക്യൂർ ചെയ്യും. ഓക്കെ, ഇപ്പം ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ലെറ്റ്സ് പ്ലേ വീഡിയോ ആയിട്ട് കാണാം. ബൈ.